വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഒരു സിമ്പിൾ വിഷു മേക്കപ്പ് ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. വളരെ കുറച്ച് പ്രോഡക്ട്സ് മാത്രമായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ മെയിൻ ആയിട്ട് ഞാൻ ഇന്ന് സ്കിൻ കെയറിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആദ്യം ഞാൻ എൻ്റെ സ്കിൻ ക്ലെൻസ് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ ഫേസ് ഒന്നും വാഷ് ചെയ്തിട്ടില്ല, ഇനി വാഷ് ചെയ്യണം. അപ്പോൾ സ്കിൻ ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഞാനൊരു കുർത്തയാണ് ഇട്ടിരിക്കുന്നത്, അത് മാറ്റി ഞാൻ എൻ്റെ വിഷു അറ്റയറിലേക്ക് മാറും. അപ്പോൾ അതിനുശേഷം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സ്കിൻ ക്ലെൻസ് ചെയ്യാം. അപ്പോൾ സ്കിൻ ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാവൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസറാണ്. ഞാൻ ഡെർമാവൈവ് ക്ലെൻസർ എടുത്തു. അപ്പം യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നന്നായിട്ട് ഷേക്ക് ചെയ്യുക. അപ്പോൾ ഷേക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി വളരെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ്, അത് കാരണം നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഡെർമാവൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസർ വളരെ ജെൻറ്റിൽ ആയിട്ടുള്ളൊരു ക്ലെൻസറാണ്. ഇതിൽ നാച്ചുറൽ കൊളോയിഡൽ ഓട്ട്മീലാണ് വരുന്നത്. അത് കാരണം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം അത് റിമൂവ് ചെയ്യുന്നു. ഏത് സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്കും ഈ ഒരു ക്ലെൻസർ ഡെർമാവൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസർ യൂസ് ചെയ്യാം. ഇതിൽ pH ബാലൻസ്ഡ് ആണ്. ഇതിലൊരു സോപ്പ് ഫ്രീ ഫോർമുലയാണ് വരുന്നത്. അത് കാരണം നമ്മുടെ സ്കിന്നിനെ ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല. ഡെർമാവൈവ് ഹൈഡ്ര ക്ലെൻസർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തത്. അതിനുശേഷം ഞാൻ ചേഞ്ച് ചെയ്തു. ഞാനിപ്പോൾ ഒരു സെറ്റ് സാരിയാണ് ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ഒരു പഫ് സ്ലീവുള്ള ഒരു ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ആണ്. എൻ്റെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാവൈവിൻ്റെ ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസറാണ്. ഡെർമാവൈവിൻ്റെ ഡ്രൈ സ്കിൻ ക്രീം വളരെയധികം സൂത്തിങ് ആണ്. ഇതിലും നാച്ചുറൽ കൊളോയിഡൽ ഓട്ട്മീലാണ് വരുന്നത്. അത് കാരണം നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് നന്നായിട്ട് ഇത് പെനട്രേറ്റ് ചെയ്ത് ഹൈഡ്രേറ്റ് ചെയ്യുന്നു. ഡെർമാവൈവിന്റെ മോയ്സ്ചറൈസറും ഓൾ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലും pH ബാലൻസ്ഡ് ആണ്. പിന്നീട് ഒരു നോൺ ഗ്രീസി ടെക്സ്ചറാണ് ഇതിൽ വരുന്നത്. അത് കാരണം തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഇച്ചിങ് ഒക്കെ ഇത് മാറ്റുന്നു. അതിനോടൊപ്പം സ്കിന്നിനെ നല്ല സ്മൂത്ത് ആയിട്ട് വെക്കുന്നു. എപ്പോഴും മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു അപ്വേർഡ് സ്ട്രോക്ക് കൊടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഡെർമാവൈവിൻ്റെ ഡ്രൈ സ്കിൻ ക്രീം ഇട്ടതിന് ശേഷം നമുക്കൊരു പ്രൈമർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് തന്നെ കംപ്ലീറ്റ് ഒരു സ്കിന്നിനൊരു കെയർ കൊടുക്കും. ഇപ്പോൾ പകൽ സമയത്താണ് ഈ ഒരു മേക്കപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീൻ കൂടി അപ്ലൈ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിൽ വളരെയധികം നല്ലൊരു ചേഞ്ച് വന്നു. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ വന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇതൊരു ലോങ് ലാസ്റ്റിംഗ് ഒരു മേക്കപ്പ് ബേസ് ആയിട്ടും കൂടി നമുക്കിത് യൂസ് ചെയ്യാം. ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു സ്കിൻ ടിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പാറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഒരു സ്പഞ്ചോ അല്ലെങ്കിൽ ഒരു ബ്രഷോ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബ്രഷ് മാത്രമേ ഉള്ളൂ, സ്പഞ്ച് ഇല്ല. ഞാൻ പ്രിഫർ ചെയ്യുന്നത് സ്പഞ്ചാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്പഞ്ച് ഇല്ലാത്തത് കാരണം ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്കിൻ ടിൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഒരു കോമ്പാക്റ്റോ ലൂസ് പൗഡറോ ഒന്നും തന്നെ ഞാനിപ്പോൾ ഇടുന്നില്ല. കാരണം സ്കിൻ ടിൻറ്റ് ഇടുമ്പോൾ തന്നെ ഒരു നാച്ചുറലി നമുക്കൊരു ഗ്ലോയിങ് ഒരു ടെക്സ്ചർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ ഇനി പൗഡർ ഇടുന്നില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐബ്രോ എൻഹാൻസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് ഞാനൊരു ഐബ്രോ പെൻസിൽ ആദ്യം ഒരു സ്പൂലി ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ താഴേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണ് ഐബ്രോസിനെ. അതിനുശേഷം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ജനറലി ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം താഴേക്കുള്ള സ്ട്രോക്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം താഴേക്കുള്ള മോഷനിൽ തന്നെ താഴോട്ടുള്ള അങ്ങനത്തെ സ്ട്രോക്സിൽ തന്നെ ഫില്ല് ചെയ്യും. താഴേക്കുള്ള സ്ട്രോക്സ് കൊടുക്കും. എന്നിട്ട് വീണ്ടും മേളിലേക്ക് നോർമൽ നമ്മുടെ ഐബ്രോസ് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു ഷേപ്പിൽ ബ്രഷ് ചെയ്ത് മേളിലേക്കാക്കും. അതിനുശേഷം ഈ സൈഡിൽ ഫില്ല് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മേളിലേക്കുള്ള മോഷനിൽ ഫില്ല് ചെയ്ത് കൊടുക്കും. ഇനി ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു ന്യൂഡ് ഷെയ്ഡ്, ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡിലുള്ളൊരു ഷെയ്ഡ് ഞാൻ എൻ്റെ ഐലിഡ്സിൽ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഞാനിപ്പോൾ അപ്ലൈ ചെയ്തത് ഒരു ന്യൂട്രൽ ഷെയ്ഡാണ്. അതിനേലും കാട്ടിലും ഡാർക്ക് ഷെയ്ഡാണ്. ഞാനിപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ അടുത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ വാട്ടർ ലൈനിൻ്റെ താഴേക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു സ്മഡ്ജിങ് ബ്രഷ് യൂസ് ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്ത് വെക്കാം.
ഞാൻ അടുത്ത കാജലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ എൻ്റെ ലാഷ് ലൈനിലാണ് വരയ്ക്കുന്നത്. ഇനി നമ്മൾ പുറത്തേക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുത്ത ടെയിലിനെ ഒരു ക്യൂ ടിപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വാട്ടർ ലൈനിലും കൂടി ഇച്ചിരി ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പോർഷൻ വരെ ഒരു ഹാഫ് വേ മാത്രം വരച്ചാൽ മതി. അതിനുശേഷം സ്മഡ്ജർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ക്യൂട്ടിപ്പ് ഒരു ബഡ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഐ മേക്കപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു മസ്കാര അപ്ലൈ ചെയ്യുക. ഒരു വോളിമൈസിങ് മസ്കാരയോ ലെങ്തനിങ് മസ്കാരയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യമനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, വാട്ടർ പ്രൂഫ് മസ്കാര യൂസ് ചെയ്യാതിരിക്കുക കഴിവതും. വാഷബിൾ മസ്കാര യൂസ് ചെയ്യുക. വാട്ടർ പ്രൂഫ് മസ്കാര നമ്മുടെ ലാഷസിനെ ഒത്തിരി ഡാമേജ് ആക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് ഞാനൊരു ബ്ലഷ് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യണം എന്നാണ്. പക്ഷേ ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്ലഷ് കൊണ്ട് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നോക്കാം. ഓക്കെ, കോൺടോർ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ജനറലി അങ്ങനെ കോൺടോർ ചെയ്യാറില്ല. എൻ്റെ ഒരു ഫീലിംഗ് വെച്ചിട്ട് എനിക്ക് കോൺടോർ ചെയ്താൽ വലുതായിട്ട് ചേരാറില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനിൽ പോകുമ്പോഴൊക്കെ മിനിമലായിട്ട് മേക്കപ്പ് ചെയ്യാനേ ഞാൻ നോക്കാറുള്ളൂ. ഞാൻ ഒരു ടാൻ ഷെയ്ഡ്, ഒരു ലൈറ്റ് ഒരു ന്യൂട്രൽ ടാൻ ഷെയ്ഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ഞാനൊരു ലിപ് ബാം ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തൂടെ ഞാൻ വളരെ ലൈറ്റായിട്ടാണ്, ഇത് ഇച്ചിരി ഒരു ഡാർക്ക് ഷെയ്ഡാണ്, അപ്പോൾ വളരെ ലൈറ്റായിട്ട് എനിക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു. ഇനി ഞാനൊരു ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇനി ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കുറച്ച് നാൾ ഞാൻ ബ്രേക്ക് എടുത്തിട്ടാണ് പിന്നെ വീണ്ടും ഇങ്ങനെ ഫിലിം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു എപ്പോഴും. ലാസ്റ്റ് നമ്മുടെ ഫേസിൽ ചെയ്യാനുള്ളൊരു കാര്യമാണ് നല്ലൊരു പൊട്ട് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ കുറേ ഇത്രയും പൊട്ടിൻ്റെ കളക്ഷൻസ്, ഇഷ്ടംപോലെ പൊട്ടിൻ്റെ കളക്ഷൻസ് ഉണ്ട്. വിഷു ലുക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആവുന്നു. ഇനി ഹെയറും കൂടെ ഉള്ളൂ. ട്രീറ്റഡ് ഹെയർ ആണ് ഇപ്പോൾ എൻ്റെ. ഹെയറിന് വേറെ പ്രശ്നമില്ലായിരുന്നു, പക്ഷേ ആക്ച്വലി എനിക്ക് എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എല്ലാ പ്രാവശ്യവും സെറ്റ് ചെയ്യാൻ വളരെയധികം പാടായിരുന്നു. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ മുല്ലപ്പൂ ആണെന്ന് തോന്നുന്നു മേടിച്ചത്. നോക്കട്ടെ. യെസ്, മുല്ലപ്പൂ. ഇത് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഈ വർഷത്തെ വിഷു ലുക്ക്. നമ്മൾ ആദ്യം സ്കിൻ കെയർ ചെയ്തു, അതിനുശേഷം നമ്മൾ മേക്കപ്പ് ചെയ്തു, ഹെയർ ചെയ്തു, പിന്നെ മാച്ചിങ് ആക്സസറീസ് എല്ലാം ഇട്ടു. നമുക്ക് കാണുമ്പോൾ നമ്മൾ വലിയ എഫേർട്ടൊക്കെ എടുത്തെന്ന് തോന്നിയാലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഇപ്പോൾ ലിപ് ഗ്ലോസ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യേണ്ട. ബാക്കി കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എന്തായാലും നമുക്ക് വേറെ പ്രൈമറിൻ്റെ കാര്യം ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബേസ് നമുക്ക് ഡെർമാവൈവിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. ഡെർമാവൈവിൻ്റെ ക്ലെൻസർ യൂസ് ചെയ്തിട്ടാണ് ക്ലെൻസ് ചെയ്തത്. അതിനുശേഷം ഡെർമാവൈവിൻ്റെ മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്തു. ഈ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഐബേറിയ സ്കിൻ ബ്രാൻഡ്സിന്റെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതിനോടൊപ്പം ആമസോണിലും നൈക്കയിലും അവൈലബിൾ ആണ്. പിന്നെ ഡെർമാവൈവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സിന്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കമന്റ് ബോക്സിലും പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ലിങ്ക് ഒക്കെ നോക്കിയതിന് ശേഷം ആവശ്യമുള്ള പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വിഷു മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ. ഹാപ്പി വിഷു ടു ഓൾ.